കേരളത്തിലായാലും ഇന്ത്യയിലായാലും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വമാണ് സ്ത്രീകൾ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ സംവരണം ഈ 76 വർഷത്തിന് ശേഷം നിയമമായെങ്കിലും ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. കാരണം നിയമം പാസ്സാക്കിയാൽ അത് ഉടനടി പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഏതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം ആ നിയമത്തിൽ തന്നെ ഇതിനു മുൻപ് ഒരിക്കലും മറ്റൊരു നിയമത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് ഡീലിമിറ്റേഷൻ വേണം, അതുപോലെ ഇനി സെൻസസ് നടക്കണം, അത് ചിലപ്പോൾ 2029 അതല്ലെങ്കിൽ അതിനപ്പുറത്തായിരിക്കും. നമുക്ക് പ്രതീക്ഷ അങ്ങനെ വെച്ചു പുലർത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നിയമമാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുള്ളത്. ഞാൻ പാർലമെൻറ്റ് മെമ്പറായിരുന്നപ്പോൾ മാർച്ച് 8 എല്ലാ വർഷവും മാർച്ച് 8 എന്ന് പറയുന്ന ദിവസം വിമൻസ് റിസർവേഷൻ ബില്ല് ഉടനെ പ്രസൻറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സഭയിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഏതായാലും നിയമം പാസ്സായി. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് പറയാനുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യം തീർച്ചയായിട്ടും പലതരത്തിലുള്ള മേധാവിത്വം, ഭരണഘടനാ തുല്യത ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 തുല്യതയാണ് പറയുന്നതെങ്കിലും ഇപ്പോഴും വളരെയേറെ മേധാവിത്വം നിലനിൽക്കുകയും അത് പ്രയോഗത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പുരുഷ മേധാവിത്വവും നമ്മുടെ രാജ്യത്ത് നല്ലപോലെ ഉണ്ട്. രാഷ്ട്രീയ രംഗത്ത് മഹാഭൂരിപക്ഷവും എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം നേതൃത്വം സ്ത്രീകൾക്കല്ലെന്ന് മാത്രമല്ല, വളരെ ചെറിയ ശതമാനം മാത്രമേ സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തീരുമാനമെടുക്കുന്ന വേദികളിൽ വളരെ ചെറിയ നാമമാത്രമായ സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ഒരു തീരുമാനത്തെ, ഒരു നിലപാടിനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ലോകമൊട്ടാകെ തന്നെ ഈ റിസർവേഷനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ബീജിംഗ് +5 അത് തീരുമാനമെടുക്കുകയും ലോകരാഷ്ട്രങ്ങൾ അത് അംഗീകരിക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്തത്. 25 വർഷമായി നമ്മൾ സംവരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവസാനം നിയമം വന്നു, ഇപ്പോഴും പക്ഷേ നടപ്പിലാവുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് തീരുമാനിക്കുന്നതാണ് ചോദ്യം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കും? എൻ്റെ അഭിപ്രായം, നിയമം പാസ്സായ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേക പ്രമുഖമായ ഭരണരംഗത്ത് ഉള്ളവരും ചിലപ്പോൾ പ്രതിപക്ഷത്തുള്ളവരും ഒക്കെ ആയിട്ടുള്ള പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ തീരുമാനത്തിൽ നല്ല രീതിയിലുള്ള ഒരു നിലപാട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടെടുക്കണം. അവരുടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണിപ്പോൾ ഇന്ത്യയിലെ, ഇന്നലെയോ മറ്റോ കണ്ടിട്ടുള്ള വാർത്തയിൽ കണ്ടിട്ടുള്ളത്, സ്ത്രീ വോട്ടർമാരാണ് ഇന്ത്യയിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിനകത്ത് പോകുമ്പോൾ അവർക്ക് സീറ്റ് സംവരണം ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ മാന്യമായും അതുപോലെ നമുക്ക് നീതിപൂർവകമായുമുള്ള ഒരു വിതരണം എന്നുള്ള നിലയിൽ ഒരു 1/3 സ്ത്രീകൾക്ക് കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ചാൽ തീർച്ചയായും അത് വളരെ സ്വാഗതാർഹമായിരിക്കും. എങ്കിലും അതങ്ങനെ സംഭവിച്ചാൽ തന്നെ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് വേണ്ടി നീക്കിവെച്ചാൽ തന്നെ അത് ജയിച്ചു വരുമ്പോൾ അത്രത്തോളം 20-ൽ 3 സീറ്റ് ഉണ്ടാവുമെന്ന 20-ൻ്റെ 1/3 സീറ്റ് ഉണ്ടാവുമെന്ന അഭിപ്രായം എനിക്കില്ല. കാരണം സ്ത്രീകൾ പരമാവധി മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന മണ്ഡലം, അവർക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവർക്ക് സ്വാധീനം കുറഞ്ഞ മണ്ഡലത്തിൽ സ്ത്രീകളെ നിർത്താനും സ്വാധീനം കൂടുതലുള്ള മണ്ഡലത്തിൽ അവരുടെ ശക്തമായ പാർട്ടിയുടെ നേതൃത്വം മത്സരിപ്പിക്കാനും ഒക്കെയാണ് പലപ്പോഴും തീരുമാനിക്കാറ്. പക്ഷേ ഞാൻ പാർലമെൻറ്റിൽ എത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു. നിങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം കണ്ണൂർ പാർലമെൻറ്റിൽ. പക്ഷേ വടകരയിൽ നിന്ന് സതി, അതുപോലെ പ്രേമജൻ ടീച്ചർ, അതുപോലെ നമ്മുടെ സുജാത, അതിനു മുമ്പ് സുശീല ഗോപാലൻ, ഇവരൊക്കെ പാർലമെൻറ്റിൽ എത്തിയ കേരളത്തിലെ വനിതകളാണ്. അതുകൊണ്ട് കുറച്ച് അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കുന്നത്, എൻ്റെ പാർട്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടി നിർത്തുന്ന മണ്ഡലം കുറവാണെങ്കിൽ പോലും കുറച്ച് സ്വാധീനമുള്ള മണ്ഡലത്തിൽ തന്നെയാണ് പലപ്പോഴും സ്ത്രീകളെ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നത്. അവിടെ തോൽവിയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും തീരെ വീക്കായിട്ടുള്ള, വളരെ മോശമായ, ഒരിക്കലും ജയിക്കില്ല എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തോന്നുന്ന മണ്ഡലത്തിൽ സ്ത്രീയെ നിർത്തിക്കളയാം, എന്നാൽ സ്ത്രീയെ നിർത്തിയല്ലോ എന്നുള്ള മട്ടിൽ നിന്ന് അതുകൊണ്ട് കാര്യമില്ല. സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് പോകണം. ഏതെല്ലാം മേഖലയിലേക്ക്, ഞാൻ ചുരുക്കിയാണ്, ഏതെല്ലാം മേഖലയിലേക്ക്. കേരളത്തിലെ ഹൈക്കോടതിയിലെ ആദ്യത്തെ ജഡ്ജി ആരാ? ഇന്ത്യയിലെ അന്നാ ചാണ്ടിയല്ലേ? കേരളത്തിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതിയിലെത്തിയ ജഡ്ജി ആരാ?
കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഫാത്തിമ ബീവി അല്ലേ, ജസ്റ്റിസ് ഫാത്തിമ ബീവി അന്തരിച്ചു പോയ, എനിക്ക് കുറേ പറയാൻ സാധിക്കും. പക്ഷേ കേരളത്തിൽ നിന്ന് ഇപ്പോഴും നമ്മുടെ നിയമസഭയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിനകത്തോ ഇപ്പോൾ ഒരു പാർലമെൻറ്റ് മെമ്പർ മാത്രമാണ് വനിതയുള്ളത്. അത് കോൺഗ്രസിൽ നിന്നുള്ള രമ്യയാണ്, മറ്റാരുമില്ല. ഇടതുപക്ഷത്തിൽ നിന്ന് ആരുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനായിരുന്നു. ഏതായാലും രാഷ്ട്രീയ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ ജയിച്ചു വരുന്ന മണ്ഡലത്തിൽ തന്നെ അവർ മത്സരിപ്പിക്കണമെന്ന് രാഷ്ട്രീയ നേതൃത്വം തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഒരു 4 or 5 പേരെങ്കിലും പാർലമെൻറ്റിനകത്ത്, ലോകസഭക്കകത്ത് സ്ത്രീകൾ വരും. അത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടേതാവാം, ഏത് രാഷ്ട്രീയ പാർട്ടിയെന്നല്ല, സ്ത്രീകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നായാലും പാർലമെൻറ്റിനകത്ത് എത്തണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. അത് തീർച്ചയായും ഞങ്ങളുടെ പാർട്ടി അതിനനുസരിച്ചുള്ള നല്ല തീരുമാനം മുൻപ് എടുത്തിട്ടുണ്ട്. ഇത്തവണയും അങ്ങനെ എടുക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്.